ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വിഷൻ വിക്ടറി യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 30 ഡേയ്സ് കൺസിസ്റ്റൻസി ചാലഞ്ചിനെ പറ്റി. നമുക്കിനി ഒട്ടനവധി പരീക്ഷകൾ വരുന്നുണ്ട്. നമ്മുടെ ഓൾറെഡി ഈ വർഷത്തെ എക്സാം കലണ്ടറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മെയ് ജൂൺ മാസങ്ങളിലായിട്ടായിരിക്കും നമ്മുടെ ഡിഗ്രി പ്രിലിംസ് നടക്കാൻ പോകുന്നത്. അതിനുശേഷം VFA, ബെപ്കോ, LD, കമ്പനി ബോർഡ്, LGF അങ്ങനെ ഒത്തിരി പരീക്ഷകളുണ്ട്. അപ്പോൾ നമുക്ക് 30 ദിവസം കൊണ്ട് നമുക്ക് പഠനം ഒരു ശീലമാക്കി മാറ്റണം. നമ്മൾ കുറച്ച് ദിവസം കൂടി മുന്നേ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്നാൽ കുറച്ച് കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ജനുവരി 12 തൊട്ട്, തിങ്കളാഴ്ച തൊട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 12 ആയിരുന്നു ഡേ വൺ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. അപ്പോൾ ഇത് കോർ ഏരിയ, നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഡിഗ്രി പ്രിലിംസിൽ ഏകദേശം 50 മാർക്കോളം വരുന്നത് ഈ കോർ ഏരിയയിൽ നിന്നുമാണ്. ഇവിടെ നിന്ന് പഠിച്ച പോർഷൻസ് നമ്പേഴ്സ് എന്നുള്ളത് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ സിലബസിൽ ഏറ്റവും ആദ്യം പഠിക്കാനുള്ള ഭാഗമാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ആ നമ്പേഴ്സിൽ പാർട്ട് 1, പാർട്ട് 2 വീഡിയോ കണ്ടു. ഇത് രണ്ടും ഞാൻ എൻട്രി ആപ്പിലാണ് വീഡിയോ കണ്ടത്. ഇംഗ്ലീഷിനും മലയാളത്തിനും PYQ വർക്കൗട്ടാണ്. ലളിതം പബ്ലിക്കേഷൻസിൻ്റെ ബുക്കാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫയർമാൻ 2023 നടന്ന ഒരു ഫയർമാൻ്റെ എക്സാമിൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ചോദ്യങ്ങളായിരുന്നു വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും നല്ലൊരു ഗൈഡാണ് കേട്ടോ. നമ്മൾ ഇത്രയധികം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും സ്കോർ ചെയ്യാൻ പറ്റും. ഒത്തിരി PYQ റിപ്പീറ്റ് ആകുന്ന ഒരു ഏരിയ കൂടിയാണ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. അടുത്ത പഠിച്ചത് GK പോർഷൻ ആയിരുന്നു. GKയിൽ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ വിപ്ലവത്തെക്കുറിച്ചാണ്. നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസിൽ ഏറ്റവും ആദ്യം തന്നിരിക്കുന്ന പോർഷനാണ് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അത് ഞാൻ പഠിക്കാൻ വേണ്ടി PK ലേണിങ്സിൻ്റെ വീഡിയോ ഉപയോഗിച്ചിട്ടുണ്ട്. എൻട്രി ആപ്പിലുള്ള ഒരു വീഡിയോ കണ്ടിരുന്നു. ഈ 2 വീഡിയോയും ഉപയോഗിച്ചാണ് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്നുള്ള പോർഷൻ കവർ ചെയ്തത്. കറണ്ട് അഫെയർ ഡിസംബർ 15 ഡിസംബർ 16 ഈ 2 തീയതികളിലെ കറണ്ട് അഫെയറും പഠിച്ചിട്ടുണ്ടായിരുന്നു. ടാലൻറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ അവർ ഡെയിലി കറണ്ട് അഫെയർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഡിസംബർ 15 16 വീഡിയോ ടാലൻറ്റ് അക്കാഡമിയുടെ വീഡിയോ കണ്ടാണ് പഠിച്ചത്. അപ്പോൾ ഇത്രയായിരുന്നു ഡേ 1 കംപ്ലീറ്റ് ചെയ്ത പോർഷൻസ്. ഏകദേശം ഒരു 7 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഇത്രയും പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് നമ്മൾ ഇങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി പഠിച്ചിട്ട് ആ ഗ്രീൻ ടിക്ക് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ആ ഗ്രീൻ ടിക്ക് ഇടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതൊരു വേറെ ലെവൽ പരിപാടിയാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളും 30 ഡേയ്സ് കൺസിസ്റ്റൻസി ചലഞ്ചിൻ്റെ ഭാഗമാവണം. നമുക്ക് ഒന്നിച്ച് പഠിച്ച് മുന്നേറാം. ഈ വരുന്ന 2026 നടക്കുന്ന പരീക്ഷകളിൽ തീർച്ചയായിട്ടും നമുക്ക് റാങ്ക് ലിസ്റ്റിലെത്തണം. റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രം പോരാ, ജോലി കിട്ടുന്ന നല്ലൊരു റാങ്ക് നേടണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി ഡേ 2, ഡേ 3 അങ്ങനെ 30 ദിവസത്തെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഈ വീഡിയോ ജേർണിയുടെ ഭാഗമായിട്ടുണ്ടാവണം. താങ്ക്